చంపేక. ബ്രേക്കിൽ എന്നെ ഓർമ്മിപ്പിച്ചു. ശരി. ഗുഡ് മോർണിംഗ് സർ. എന്തിനെങ്ങനെ നോക്കുന്നേ? ഏതോ ഒരു ആശുപത്രിയില് ഇന്റൻസീവ് കെയറിൽ കിടക്കേണ്ട നീയാണോ ഇവിടെ കല്ല് പോലെ നിൽക്കുന്നത്? അതെന്തിനാ? ഹലോ, നെഞ്ചില് ബുള്ളറ്റും വെച്ച് ഇതുപോലെയൊന്നും കറങ്ങല് സെപ്റ്റിക് ആവും. എന്താ സാറേ ഇവര് പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. ബുള്ളറ്റ് അതാടാ, ആ ലോയർ ഇവിടെ വന്ന് സിദ്ധാർത്ഥിനെ വെടിവെച്ചില്ലേ, അപ്പം നെഞ്ചിനകത്ത് ബുള്ളറ്റ് കയറി. ഞങ്ങളുടെ ഡയറക്ടറെ രക്ഷിച്ചത് അവരാ. അവരെന്തിനാ സാറ് ഷൂട്ട് ചെയ്യുന്നേ? എന്തിനാന്ന് ചോദിച്ചാൽ ഞാനെന്താ പറയണ്ടേ? നോക്കിയേ എവിടെ സാറേ? ആ ലോയർ വന്ന് തോക്ക് കൊണ്ട് നിന്നെ വെടിവെച്ചതല്ലേ? ആദ്യം ഇന്ത്യയിൽ വന്നപ്പോ ഇതുപോലെ എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പൊ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. സാറിന് എന്തോ പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഉണ്ടെന്നാണ് പറയുന്നത്? അതെ. അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഇതും എന്റെ സ്വപ്നമാണോ? തീർച്ചയായും സ്വപ്നം തന്നെ സാറേ. ഒരു കാര്യം ചെയ്യേ, സാറ് കുളിച്ച് റെഡിയാവും, ഞാൻ കാർ വിടാം. എന്താ ഇത്? കവിളൊക്കെ വേദനിക്കുന്നല്ലോ. ഇനി ചെവിക്കുറ്റിക്ക് വല്ലതും പൊട്ടിച്ചോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ബുള്ളറ്റ് അകത്ത് പോയി. ഗുഡ് മോർണിംഗ്. ഇവൻ എങ്ങനെ പോയാ എനിക്കെന്താ? എന്താടാ ശ്വാസം കിട്ടുന്നില്ല? നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അനുഭവിക്കേണ്ടി വരുന്ന വേദന താങ്ങാൻ കഴിയില്ലെന്ന്. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ DCP പുറത്ത് സെക്യൂരിറ്റിനെ വെച്ചിരിക്കുന്നത്. നിന്റെ വീട്ടിലെ ജോലിക്കാർക്കിടയിലും DCPയുടെ സെക്യൂരിറ്റിക്കാർക്കിടയിലും എന്റെ ആളുകളുണ്ട്. ജനലിന്റെ സ്ക്രൂ അയച്ച് അകത്തേക്ക് കടക്കാൻ പറ്റുന്ന നീ എന്ന് എന്നെ കൺഫ്യൂസ് ചെയ്തില്ലേ? ഇന്ന് ഞാൻ ആ വഴിയിലൂടെ തന്നെയാണ് അകത്തേക്ക് വരാൻ പോകുന്നത്. CCTV ഫുട്ടേജിൽ മുന്നേടെ എക്സിറ്റ് നീ ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഇവിടെ ഞാൻ അകത്തേക്ക് വന്നതിനും പുറത്തേക്ക് പോകുന്നതിനും യാതൊരു തെളിവുണ്ടാവില്ല. നീ സത്യം മറച്ചു വെക്കാൻ ശ്രമിച്ചു, പക്ഷെ ഞാൻ നിന്നെ കാണിക്കുന്നത് നരകമാണ്. എന്നെ പോലൊരു ക്രിമിനൽ ലോയറിന്റെ അടുത്ത് കളിക്കുമ്പോ എന്താ സംഭവിക്കാന്ന് മനസ്സിലായില്ലേ? എൻജോയ് ദ ഗെയിം. ഇവനെന്തുവാ മിഡ് നൈറ്റിൽ മങ്കി ജമ്പൊക്കെ ചെയ്യുന്നു? മദ്യപിച്ച് ഹാങ് ഓവറിലാവണ്ട നീ ഈ ഫാനിൽ എന്തിനാ ഹാങ് ചെയ്യുന്ന? നിന്റെ അടുത്ത് ഒരുപാട് പഠിക്കാനുണ്ട്. നീം എടുക്കനാ. നടക്കട്ടെ. ആരാത്? ഇത് എടാ, ആ ലോയർ ആയിരിക്കും. വെള്ളത്താടിയും മീശയും. അവൻ വിചാരിച്ച പോലെയൊന്നും അല്ല. അവനെ ആർക്കും അറിയില്ല. വന്ന് പൊട്ടിച്ചിട്ട് അവനങ്ങ് വരുന്നടേ. എനിക്ക് വാതില് പൊട്ടിക്കാതെ. നിങ്ങൾ എന്തിനാടാ വന്നേ? സാറിന്റെ ഉച്ച കേട്ടല്ലോ. ആ വെള്ളത്താടിയും മീശയും ഗണ്ണും ഒക്കെ ആയിട്ട് അവനല്ലേ വരണ്ടേ? നിങ്ങൾ എന്തിനാ വന്നേ ഇപ്പം? ചെല്ല് അകത്ത് കയറി തൂങ്ങി കിടപ്പുണ്ട്.